നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? മാത്സ് ആണ് കേട്ടോ. എത്രാം ക്ലാസ്സിലെ? 4ാം ക്ലാസ്സിലെ മാത്സ് കേട്ടോ. അതിൽ 3rd ചാപ്റ്ററായ ഹൗ മെനി നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്താണ്? എത്ര സംഖ്യകൾ അല്ലേ? ഹൗ മെനി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര സംഖ്യകൾ. ഓക്കെ, നോക്കൂ, ഇവിടെ നോക്കിയേ. ഇവിടെ മിത്ര ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ട് ദെയർ സ്റ്റഡി ടൂർ ടുഡേ. കണ്ടോ, ഇവിടെ എന്താണ്? ഇവിടെ പോകുന്നത് കാര്യമാണ്, എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് അല്ലേ? പാരൻസ് ഒക്കെ അടുത്തുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? സ്റ്റഡി ടൂറിന് പോവുകയാണ് അല്ലേ ഇവർ. മിത്രയും അവളുടെ എന്താണ്? മിത്രയും ഫ്രണ്ട്സും എന്താണ്? അവരുടെ സ്റ്റഡി ടൂറിന് പോവുകയാണെന്ന്. ദേ ആർ ഗോയിങ് ടു എറണാകുളം ബൈ ട്രെയിൻ. അവരെന്താ പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? അവർ എറണാകുളത്തേക്കാണ് പോകുന്നത് അല്ലേ? ട്രെയിനിലാണ് പോകുന്നത് അല്ലേ? ഇനി അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ നോക്കൂ. എന്താണ് റെയിൽവേ സ്റ്റേഷൻ? സീ ദ നോട്ട്സ് ആൻഡ് കോയിൻസ് ഗിവൺ ടു ബൈ ടിക്കറ്റ്സ് ഫോർ ദ ട്രെയിൻ ജേർണി. ഹൗ മച്ച് മണി വാസ് ഗിവൺ ഇൻ ഓൾ? അപ്പോൾ എന്താണ്? ഇവിടെ നോട്ട്സും കോയിൻസും ഒക്കെ എന്താണ്? ടിക്കറ്റ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ് നോക്കിയാൽ ട്രെയിൻ യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് കൊടുത്ത നോട്ടുകളും നാണയങ്ങളും ആണ് ഇവിടെ താഴെ തന്നിരിക്കും അല്ലേ? ആകെ എത്ര രൂപ കൊടുത്തു നോക്കിയാൽ. ഇവിടെ 500 ഉണ്ട് അല്ലേ? 500 എത്ര ഉണ്ട്? ഇവിടെ 500 500 500 3ആയി അല്ലേ? 4 5 6 അല്ലേ? 6 500 ഉണ്ട് അല്ലേ? അപ്പോൾ 6 × 500 എത്രയാ? അല്ലെങ്കിൽ 500, ഈ 2 500 1000, പിന്നെ ഈ 500 2000 3000 അല്ലേ? അപ്പോൾ നമുക്കത് 3000 പറയാം. ഓക്കെ, അത് 3000 അല്ലേ? നിങ്ങൾക്കൊക്കെ എന്താണ് ആഡ് ചെയ്യാൻ അറിയാലോ അല്ലേ? പ്ലസ് ചെയ്യാനൊക്കെ അറിയുന്നതല്ലേ? അപ്പോൾ കൂട്ടാനൊക്കെ അറിയാം. അപ്പോൾ ഇത് 500 500 1000 1000 500 1500 1500 1000 2000 2500 3000 അല്ലേ? 3000 ഇവിടെ എഴുതി. ഇനി ഇത് എത്ര നോട്ടാ? എത്ര റുപ്യൻ്റെ നോട്ടാ? അത് 100ൻ്റെ നോട്ടാണ് അല്ലേ? അപ്പോൾ 100 200 300 400 500 600 700 800 900 1000 1100 1200 അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? അവിടെ 1200 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എത്ര നോട്ടുണ്ട് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 നോട്ട് അല്ലേ? അപ്പോൾ 12 × 100 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1200 എന്ന് കിട്ടും കേട്ടോ. 1200 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കിയത് 10ൻ്റെ നോട്ടുകളാണ് കേട്ടോ. 10ൻ്റെ നോട്ട് നോക്കിയാൽ 10 20 30 40 50 60 70 80 90 100 110 120 അല്ലേ? ആരെങ്കിലും അത് എണ്ണി വെക്കുക അല്ലേ? എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 12 × 10 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 120. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം ആ മെത്തേഡിലേക്ക് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 120 എന്നായി. ഇനി നമുക്ക് 1 റുപ്യൻ്റെ കോയിനാണുള്ളത് അല്ലേ? അപ്പോൾ 1 2 3 4 അല്ലേ? ഇത് 4 എണ്ണം ഉള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര? ആകെ ടോട്ടൽ എത്ര ഉണ്ടാവും? 3000 + 1200 + 120 + 4 അല്ലേ? അപ്പോൾ നിങ്ങൾ സൈഡിൽ എന്താക്കുക? 3000 പ്ലസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. 3000 പ്ലസ് എങ്ങനെ എഴുതേണ്ടത് അറിയില്ലേ? എന്നിട്ടെല്ലാം കൂടെ അങ്ങോട്ട് പ്ലസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതുക? 3000 + 1200 + 120 + 4 3000 + 1200 + 120 + 4 അല്ലേ? ഇനി നമുക്ക് ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ 0 + 0 + 0 + 4 എത്രയാണ്? 4 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 4 എന്ന് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. 0 + 0 + 2 എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 2 എന്ന് എഴുതുക. ഇനി നോക്കിയാൽ 0 + 2 + 1 എത്രയാണ്? 3 അല്ലേ? 2 + 1 3. 0 + 2 പറഞ്ഞാൽ 2 തന്നെ. 2 + 1 പറഞ്ഞാൽ 3 അല്ലേ? ദെൻ 3 + 1 എത്രയാണ്? 4 അല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 4324 അല്ലേ? 4324 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും കിട്ടി അല്ലേ? ഇനി ടൂറിസ്റ്റ് സെൻറ്ററിലാണ്. സി എ ബോർഡ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇനി റെയിൽവേ സ്റ്റേഷനിലുള്ള ബോർഡ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇറ്റ് ഗീവ്സ് ദ ഡിസ്റ്റൻസ് ഫ്രം എറണാകുളം ടു വേരിയസ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ അല്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ബോർഡ് നോക്കുക. ഇതിലെന്താണ്? എറണാകുളത്ത് നിന്നും ഇന്ത്യയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരമാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? നോക്കിയാൽ ഹിൽ പാലസ് ഗോവ അല്ലെ? ഹിൽ പാലസിന് 11 കിലോമീറ്റർ ആണെന്ത്? ഹിൽ പാലസിൽ നിന്ന് അല്ലേ ഡിസ്റ്റൻസ് ഇവിടുന്ന്. അതുപോലെ ഗോവയിലേക്ക് 744 കിലോമീറ്റർ, മൈസൂർ 385 കിലോമീറ്റർ, കന്യാകുമാരി 307 കിലോമീറ്റർ, ഹൈദരാബാദ് അത് ഫിലിം സിറ്റിയിലേക്ക് 1112 കിലോമീറ്റർ, റെഡ് ഫോർട്ടിൽ 2592 കിലോമീറ്റർ, താജ്മഹലിൽ 2424 കിലോമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ഈസ് ദ ഫാർദസ്റ്റ് ടൂറിസ്റ്റ് സെൻറ്റർ ആൻഡ് ദ നിയറസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അത് ഓർഡറിലാക്കിയില്ലേ? ഫ്രം ദ ഫാർദസ്റ്റ് ടു നിയറസ്റ്റിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് ഏറ്റവും അകലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതിൽ കൂടുതലുള്ളത് നോക്കിയേ ഏതാണ്? എറണാകുളത്ത് നിന്നാട്ടത് ഇത്. അപ്പോൾ എറണാകുളത്ത് ഏറ്റവും ദൂരമുള്ളത് ഏതാണ്?
ഇതാ നോക്കിയേ, ഇതൊക്കെ 1000 അതായത് 1000 മേലെ 2000 മേലെ അല്ലേ. അപ്പോൾ എന്താണ് 2592 ഉണ്ട്, 2424 ഉണ്ട് അല്ലേ. അതിൽ ബിഗ് ഏതാ? 2592 അല്ലേ. അപ്പോൾ റെഡ് ഫോർട്ടിലേക്കാണിത് ഏറ്റവും അകലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അവിടെ ഈ റെഡ് ഫോർട്ട് എന്ന് എഴുതുക കേട്ടോ. ഈ റെഡ് ഫോർട്ട് എന്നുള്ളത് ഇവിടെ എഴുതുക, റെഡ് ഫോർട്ട് എന്ന് എഴുതുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? ഏറ്റവും അടുത്തുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും അടുത്തുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ളത് ഏതാണെന്ന് നോക്കിയാൽ ഹിൽ പാലസിന് 11 കിലോമീറ്ററേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഹിൽ പാലസ് എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ഇതിൻ്റെ ഫാർദസ്റ്റ് ടൂറിസ്റ്റ് സെൻറ്റർ ഏതാണ്? റെഡ് ഫോർട്ട് അല്ലേ. ഏറ്റവും നിയറസ്റ്റ് ഏതാണ്? ഹിൽ പാലസ്, അത് എഴുതുക കേട്ടോ. ഇനി അറേഞ്ച് ദ ഇൻ ഓർഡർ ഫ്രം ഫാർദസ്റ്റ് നിയറസ്റ്റ്. എന്താ ഫാർദസ്റ്റ് നിന്ന് നിയറസ്റ്റിലേക്ക് അല്ലേ. എന്താണ് ദൂരെ നിന്ന് അകലെയുള്ളതിൽ നിന്ന് അടുത്തുള്ളതിലേക്ക്. അപ്പോൾ ഇതിൽ ഏതാണ് ഫസ്റ്റ് വരിക മക്കളെ? നോക്കൂ, ഇത്രയും ഇതുണ്ട് അല്ലേ ഹിൽ പാലസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ദൂരമുള്ളത് ഏതാണ്? റെഡ് ഫോർട്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം, അത് ആദ്യം എഴുതണം കേട്ടോ. റെഡ് ഫോർട്ട് എഴുതുക. പിന്നെ ഏതായാലും പിന്നെ കുറവ് വരുന്നത് താജ്മഹൽ അല്ലേ. പിന്നെ ഇത് രണ്ടാമത് താജ്മഹൽ. പിന്നെ ഏതാ അടുത്തത് നോക്കിയേ? ഹൈദരാബാദ് അല്ലേ. 3. ഓക്കെ, ഇത് 3. ഇനി ഏതാ നോക്ക്, ഇതിലേതാ ഏറ്റവും വലിയത്? ഇത് 3 നമ്മൾ ചെയ്തു. ഇനി ഇതിൽ ഏറ്റവും വലുത് അത് ഗോവ അല്ലേ. ഇത് 4ാമത്തെ എഴുതുക. ഇനി ബാക്കിയുള്ള ഏറ്റവും വലുത് ഏതാ നോക്കിയേ? 385 അല്ലേ. അപ്പോൾ ഇത് 5 മൈസൂർ അല്ലേ. ദെൻ അടുത്ത ഏതാണ്? കന്യാകുമാരി ഹിൽ പാലസും ഉണ്ട് അല്ലേ. അതിലെന്താണ്? കന്യാകുമാരിയാണ് 307 അല്ലേ. അപ്പോൾ അത് 6 അല്ലേ. 6ാമത്തെ അത് എഴുതുക. പിന്നെ ഹിൽ പാലസ് 7. മൊത്തം നല്ലുള്ളത് 7 അല്ലേ. അപ്പോൾ എന്താ ഓർഡറിൽ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് റെഡ് ഫോർട്ട് എന്ന് എഴുതുക. പിന്നെന്താണ്? റെഡ് ഫോർട്ട്. പിന്നെ രണ്ടാമത്തെ ഏതാണ്? താജ്മഹൽ. 3ാമത്തെ ഹൈദരാബാദ്. 4ാമത്തത് ഗോവ. 5ാമത്തെ മൈസൂർ. കന്യാകുമാരി ഹിൽ പാലസ് അല്ലേ. ഇനി വേണമെങ്കിൽ ആ നമ്പറിൽ നമുക്ക് എഴുതാം കേട്ടോ. 2592, പിന്നെ 2424, 1112, പിന്നെന്താ വരുന്നത്? ഏതാ? 744, പിന്നെ 385, 307, 11. ഓക്കെ. അപ്പോൾ ഇവിടെ പ്ലേസ് ഡിസ്റ്റൻസ് ഉള്ളിടത്ത് എന്താ നിങ്ങൾ എഴുതേണ്ടത്? ഓരോന്ന് എഴുതുക കേട്ടോ. ഫസ്റ്റ് ഏതാണ്? ഹൈദരാബാദ് അല്ല റെഡ് ഫോർട്ട് ആദ്യം എഴുതുക. പിന്നെന്താണ്? താജ്മഹൽ എഴുതുക. പിന്നെ ഹൈദരാബാദ് ഫിലിം സിറ്റി എന്ന് എഴുതുക. അതിൻ്റെ ഡിസ്റ്റൻസ് എന്താക്കണം? ഇവിടെ എഴുതണം കേട്ടോ. അങ്ങനെ ഇവിടെ എഴുതണേ. പിന്നെന്താണ് അടുത്തത്? മൈസൂര്. പിന്നെന്താണ്? അല്ല ഗോവ, പിന്നെ മൈസൂർ, പിന്നെ കന്യാകുമാരി ഹിൽ പാലസ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എഴുതുക. റെഡ് ഫോർട്ട് ആദ്യം എഴുതുക. അതിൻ്റെ പ്ലേസ് ഡിസ്റ്റൻസ് ഇതേപോലെ എഴുതുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? കാസ്റ്റിലാണ് അല്ലേ. ലെറ്റ് us go to the other side. there's a ramp. നമുക്ക് അപ്പുറത്തെ സൈഡ് പോകാമെന്നാണ് ഇവർ പറയുന്നത് അല്ലേ. അവിടെ എന്താണ്? റാമ്പാന്നാണ് പറയുന്നത് അല്ലേ. എന്താണ്? നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകാം, നമുക്ക് മറുവശത്ത് കൂടി കയറാം, അവിടെ റാമ്പ് ഉണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ കൊട്ടാരത്തിൽ. അപ്പോൾ കൊട്ടാരത്തിൽ കയറാനായി കുട്ടികൾ വരിയായി നിൽക്കുകയാണ് അല്ലേ. അവരുടെ ടിക്കറ്റുകളിൽ തുടർച്ചയായ നമ്പറാണുള്ളത് അല്ലേ. ഒന്നാമത് നിൽക്കുന്ന മിത്രയുടെ നമ്പർ എത്രയാണ്? 2986. സാന്ദ്രയുടെ നമ്പർ 3010 ആണുള്ളത് അല്ലേ. എന്താണ്? ചിൽഡ്രൻ ആർ വെയിറ്റിംഗ് ഇൻ എ ലൈൻ ടു എൻ്റർ ദ കാസ്റ്റിൽ. ദർ ടിക്കറ്റ്സ് ഹാവ് കോൺസിക്യൂട്ടീവ് നമ്പർ. അടുത്തടുത്ത നമ്പറിലാണ് ഉള്ളത് അവരുടെ നമ്പർ അല്ലേ. മിത്ര ഈസ് ഫസ്റ്റ് ഇൻ ദ ലൈനിൽ ഫസ്റ്റ് എന്താണ്? മിത്ര ആണുള്ളത് അല്ലേ. അവളുടെ നമ്പർ എത്രയാണ്? 2986 ആണ് അല്ലേ. അപ്പോൾ സാന്ദ്രാൻ്റെ നമ്പർ 3010 ആണ്. ഓക്കെ. അപ്പോൾ ഫ്രം മിത്ര ടു സാന്ദ്ര ഹൗ മെനി ചിൽഡ്രൻ ആർ ഇൻ ദ ലൈൻ? മിത്രയിൽ നിന്ന് സാന്ദ്രയിലേക്ക് എത്ര കുട്ടികളുണ്ട് ആ ലൈനിൽ എന്ന് ചോദിച്ചത് അല്ലേ. മിത്ര മുതൽ സാന്ദ്ര വരെ ആ ലൈനിൽ എത്ര കുട്ടികൾ ഉണ്ട് അല്ലേ. എന്താണ്? മിത്ര മുതൽ സാന്ദ്ര വരെ വരിയിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചത്. അപ്പം നമ്മൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോക്കിയേ, 1 മുതൽ 10 വരെ ആണെങ്കിൽ എത്ര നമ്പർ ഉണ്ട്? 10 നമ്പറാണല്ലോ. അപ്പോൾ 1 മുതൽ 10 വരെ ആകുമ്പോൾ 10ന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 9. 9നോട് 1 കൂട്ടുക 10. അപ്പോൾ 10 ആൾക്കാരാണ് 10 നമ്പറാണ് ഉണ്ടാവുക അല്ലേ. അതുപോലെ നോക്കൂ, 1 മുതൽ 20 വരെയാണെങ്കിൽ എത്ര നമ്പർ ഉണ്ടാവും? അപ്പോൾ 20ൽ നിന്ന് ആ ഫസ്റ്റ് നമ്പറും കുറയ്ക്കുക. അപ്പോൾ 20 - 1 എത്രയാണ്? 19 അല്ലേ. 19നോട് 1 കൂട്ടുക. അപ്പോൾ 20 നമ്പർ. ഇനി നമുക്ക് 100 നമ്പറാണ് നമ്മൾ ഇങ്ങനെ എണ്ണാൻ പറ്റില്ല. ചെറിയ നമ്പറൊക്കെയാണ്. ഇപ്പോൾ 1 മുതൽ 10 വരെയൊക്കെ നമുക്ക് ഇങ്ങനെ എണ്ണാൻ പറ്റും അല്ലേ. വലിയ നമ്പറൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താക്കും ഇങ്ങനെ എണ്ണാൻ കഴിയില്ല. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന 2 നമ്പറും മൈനസ് ചെയ്തിട്ട് എന്താണ്? +1 ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, മിത്രാൻ്റെ നമ്പറും സാന്ദ്രാൻ്റെ നമ്പറും ആണല്ലേ. അപ്പോൾ ഇവർ 2 നമ്പറും എടുത്ത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ? 3010
3010 മൈനസ് 2986 അങ്ങനെ ചെയ്യുക ആദ്യം. എന്നിട്ട് കിട്ടിയ ഉത്തരത്തിലുള്ള എന്താണ് 1 ആഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 3010 2986 മൈനസ് ചെയ്ത് നോക്കിയാൽ 0 ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ 0 6 പോകില്ല. അപ്പോൾ ഇവിടെ നിന്ന് കടെടുക്കും. അപ്പോൾ എന്താവും, ഇവിടെ 10 ആവും. 10 6 പോയാൽ എന്തായി 4 ആവും അല്ലേ. ഇനി എന്താണ്, ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടെടുക്കുക, ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടെടുക്കുക, അപ്പം ഇവിടെ 2 ആവും, ഇവിടെ 10 ആവും അല്ലേ. 10 ഇങ്ങോട്ട് കടെടുത്താൽ ഇവിടെ 10 ആവും. 10 8 പോയാൽ എത്രയാണ് 2 അല്ലേ. ഓക്കെ, ഇനി എന്താണ്, ഇവിടെ 9 ആയിരിക്കും. 9 9 പോയാൽ 0, 2 2 പോയാൽ 0 അല്ലേ. അപ്പോൾ നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കുക, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന. ഇനി 24നോട് എന്താക്കുക, 1 കൂട്ടുക കേട്ടോ. 1 കൂട്ടുക. ഒരാളിൽ നിന്ന് എത്ര, മറ്റേതിലേക്ക് എത്ര കുട്ടികളുണ്ടെന്നല്ല ലൈനിൽ. അപ്പോൾ 24നോട് 1 കൂട്ടി എത്രയാണ് 25. ഓക്കെ, അപ്പം എല്ലാ കേസിലും ഇങ്ങനെ ചെയ്യുക കേട്ടോ. നിങ്ങൾ എത്ര നമ്പർ ഉണ്ട്, ഒരു അല്ലെങ്കിൽ ഇന്ന ഇത്ര നമ്പർ മുതൽ ഇത്ര നമ്പർ വരെ ആണെങ്കിൽ എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ്, നിങ്ങൾ അത് രണ്ടും ആ വലിയ നമ്പർ ആ ചെറിയ നമ്പർ കുറച്ചതിന് ശേഷം +1 കൊടുക്കുക കേട്ടോ. അപ്പോൾ 25 നമ്മളെ ആൻസർ കേട്ടോ. 25 ആണ് നമ്മുടെ ആൻസർ. ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇഷാൻ ഹൂ സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് സാന്ദ്ര. ഇനി എന്താണ് ഇഷാന്റെ നമ്പർ എത്രയാണ്? അവള് സാന്ദ്രേന്റെ മുന്നിലാണ് നിൽക്കുന്നത് അവന് അല്ലേ. അപ്പൊ സാന്ദ്രേന്റെ മുന്നിലാണ് എന്താ ഇഷാൻ നിൽക്കുന്നത് അല്ലേ. അപ്പൊ സാന്ദ്രയുടെ നമ്പർ എത്ര ചെയ്ത് 3010 ആണല്ലോ. 3010ന് മുന്നുള്ള നമ്പർ ഏതാണ്? 3009 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താക്കുക 3009 എന്ന് കൊടുക്കുക കേട്ടോ. 3010 ഒന്നും കുറച്ച് നോക്കുക അല്ലേ. അപ്പൊ 3009. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, അതായത് നമ്പേഴ്സ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓഫ് ദ വൺ വിത്ത് നമ്പർ 3010. എന്താണ്, 3010ന്റെ മുന്നിലും പിന്നിലും ഉള്ളവരുടെ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3010ന്റെ മുന്നിലുള്ള നമ്പർ ഏതാണ്? 3009 അല്ലേ, 3009 അല്ലേ. അപ്പോൾ 3009 ഇതാ മുന്നിലുള്ളത് അല്ലേ, 3009. അതിൻ്റെ മുന്നിലുള്ള നമ്പർ ഏതാണെന്ന് വെച്ചാൽ 3009. ദെൻ ഇനി ബാക്കിലുള്ള ആളെ നമ്പർ എത്രയാണ്? 3010 കഴിഞ്ഞിട്ട് 3011 കേട്ടോ. 3000 കുറച്ച് സ്പേസ് ഇട്ടിട്ട് ചെയ്തേ. 3010 കഴിഞ്ഞിട്ട് 3011. ഓക്കെ, 3009 3011 കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദ നമ്പർ ജസ്റ്റ് ബിഹൈൻഡ് 3010, വാട്ട് ഈസ് ദ 20th നമ്പർ? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ 3010ന്റെ പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി 20ാമത്തെ ടിക്കറ്റ് നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3000ന്റെ പിന്നിലുള്ള നമ്പറിൽ തുടങ്ങിയിട്ടല്ലേ. അപ്പോൾ 3010ന്റെ പിന്നിൽ തുടങ്ങിയ 3011 അല്ലേ. 3011 കഴിഞ്ഞിട്ട് 20ാമത്തെ ടിക്കറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാ? അപ്പോൾ എന്താണ് 3010ന്റെ പിന്നിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 3011 അല്ലേ. 3011 ആണ് അല്ലേ. അപ്പോൾ 3011നോട് 20 വരെ പ്ലസ് ചെയ്ത് നോക്കി എത്ര വരിക? 3030 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 3030 എന്ന് എഴുതാം കേട്ടോ. എത്ര? 3030. പൂജയൊക്കെ നമ്മൾ കറക്റ്റ് എഴുതണം കേട്ടോ മക്കളെ. 3030. ദെൻ നെക്സ്റ്റ് എന്താണ്, അതായത് നമ്പർ ഓഫ് മഞ്ജു ഹു ഈസ് ദ 15th ഇൻ ദ ലൈൻ. അപ്പോൾ ഈ ലൈനിലെ 15ാമത്തേതാണെന്ത്? മഞ്ജു അല്ലേ. വരിയിൽ 15ാമത് നിൽക്കുന്ന മഞ്ജുവിൻ്റെ നമ്പർ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ വരീൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എത്രയല്ലേ തുടങ്ങിയത്? 2986 അല്ലേ. അപ്പോൾ 2986 എന്താണ് 15ാമത് നിൽക്കുന്നത് മഞ്ജുവിൻ്റെ നമ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 15 വരെ എഴുതി വയ്ക്കുക. എന്താണ് 2986 അല്ലേ. 2986 അല്ലേ. 2986, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99 എത്രയാ? 3000 അല്ലേ. അപ്പോൾ 2896 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2986 മുതൽ എന്താക്കുക? 3000 അല്ല 15 നമ്പർ അങ്ങോട്ട് എഴുതുക. ഇപ്പോൾ 2986, 2987, 2988 അങ്ങനെ പോയിട്ട് എന്താണ് 15 വരെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3000 ആണ് കിട്ടുക കേട്ടോ. എന്താണ് ഇവിടെ കിട്ടുക? 3000. ഓക്കെ, 3000 എന്ന് കിട്ടുക. 3000 എന്ന് കിട്ടും. ഓക്കെ,
ദെൻ നെക്സ്റ്റ് നോക്കിയേ, റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം 2986 to 3010 ഇൻ ഓർഡർ. അപ്പോൾ ഇതെന്താ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഓർഡറിൽ എഴുതിയ 2986, 2987, 2988, 2989, 2990, 2991, 2992, 2993, 2994, 2995, 2996, 2997, 2998, 2999, 3000. അപ്പോൾ 15ാമത്തെ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് എണ്ണിയൊക്കെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പോൾ 3000 നമ്മൾ എഴുതി അല്ലേ. ഈ 3000 കഴിഞ്ഞിട്ട് എത്ര, ഇത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്, അതാ എഴുതുന്നത്. ഇപ്പോൾ പറഞ്ഞു 3001, 3002, 3003, 3004, 3005, 3006, 3007, 3008, 3009, 3010. ഓക്കെ, അങ്ങനെ ഓർഡറിൽ എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താ മക്കളെ നോക്കിയേ, വാട്ടർ മെട്രോ ആണ് കേട്ടോ. എന്താണ് വാട്ടർ മെട്രോയിൽ? ആഫ്റ്റർ സീയിങ് ദ കാസിൽ ദ ചിൽഡ്രൻ ഗോട്ട് ഇൻ ടു ദ വാട്ടർ മെട്രോ. ദോസ് ഇൻ ദ വാട്ടർ മെട്രോ ഗോട്ട് ഫുഡ് കൂപ്പൺസ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു വാട്ടർ മെട്രോയിൽ എന്താണ് പോവുക അല്ലേ. കൊട്ടാരം കണ്ടതിന് ശേഷം കുട്ടികൾ എന്താണ് വാട്ടർ മെട്രോയിൽ കയറി അല്ലേ. കണ്ടോ കയറിയത്? വാട്ടർ മെട്രോയിൽ കയറിയവർക്ക് എന്താണ് ഭക്ഷണ കൂപ്പൺ കിട്ടി. മിത്രയുടെ ഗ്രൂപ്പിന് കിട്ടിയ കൂപ്പണിലെ നമ്പർ എത്രയാണ്? 8000 അല്ലേ. 8000-നും 9000-നും ഇടയിൽ അല്ലേ, 9000-നും ഇടയിലുള്ളതാണ് അല്ലേ. അക്കങ്ങളുടെ തുക 10 വരുന്നതുമാണ്. മിത്രയ്ക്കും കൂട്ടുകാർക്കും കിട്ടിയ കൂപ്പൺ നമ്പർ ഏതൊക്കെയാണെന്ന് എഴുതിയേ. എന്താ പറഞ്ഞത്? ദോസ് ഇൻ മിത്രാസ് ഗ്രൂപ്പ് ഗോട്ട് കൂപ്പൺ നമ്പർ ബിറ്റ്വീൻ 8000 and 9000 and the sum of the digit of each number was 10. റൈറ്റ് ദിസ് നമ്പർ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 8000-ൻ്റെയും 9000-ൻ്റെയും ഇടയിലുള്ള നമ്പറാണ് ഈ കുട്ടികൾക്ക് എന്താണ് കൂപ്പണായി കിട്ടിയിരിക്കുന്നത് അല്ലേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആ നമ്പറിൽ സം ഓഫ് ഡിജിറ്റ് കൂട്ടിയാൽ എത്രയാണ്? 10 പറഞ്ഞല്ലേ. ഓരോ നമ്പറിൻ്റെയും സം ഓഫ് ഡിജിറ്റ് അക്കങ്ങളുടെ തുക കൂട്ടിയാൽ എത്രയാണ്? 10 എന്ന് പറഞ്ഞല്ലേ. ആ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയേ. അപ്പോൾ നോക്കൂ, 8000 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ 9000-ൻ്റെ ഇടയിലല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താ സ്റ്റാർട്ടിങ് 8 തന്നെ വരുന്നത് അല്ലേ. പിന്നെ നമുക്ക് എന്താ സം ഓഫ് ഡിജിറ്റ് 10 കിട്ടുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 8002 എഴുതിക്കൂടെ? 8002-ൻ്റെ നോക്കിയേ, 8002, 8002. ആ സം ഓഫ് ഡിജിറ്റ് എത്രയാണെന്ന് നോക്കിയേ. 8 പ്ലസ് 8002. ഓക്കെ, 8002. അപ്പോൾ 8 + 0 + 0 + 2 എത്രയാണ്? 10 അല്ലേ. 8 + 2 0 0 8, 8 + 0 8, 8 + 2 10. അപ്പോൾ സം ഓഫ് ഡിജിറ്റ് 10 കിട്ടിയില്ലേ. അപ്പോൾ 8002 ഒന്ന് എഴുതാം. ഇനി ഏതാ നോക്കിയേ, ഇനി വരുന്നത് 8011 ഒന്നൂടെ നോക്കിയേ. 8011 അല്ലേ. 8011 അല്ലേ. 8011 എന്ന് പറയുമ്പോൾ നോക്കിയേ, 8 + 0 8, 8 + 1 9, 9 + 1 10. അപ്പോൾ 8011. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, 8011 അല്ലേ. അടുത്തത് നമുക്ക് സം ഓഫ് ഡിജിറ്റ് എന്ത് കിട്ടണം? 10 കിട്ടണം കേട്ടോ. അടുത്തത് 8000-ൻ്റെ 9000-ൻ്റെ ഇടയിലുള്ളത് അല്ലേ. 8000-ൻ്റെയും 9000-ൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ 8000 ഫസ്റ്റ് വരണം അല്ലേ. സോ നമുക്ക് ഫസ്റ്റ് 8 തന്നെ വരണം. ഇനി സം ഓഫ് ഡിജിറ്റ് നമുക്കിത് കിട്ടും വേണം അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതായത് നോക്കിയേ, 8020 അല്ലേ. 8020 കൊടുത്തൂടെ? കൊടുക്കുക അല്ലേ. നോക്കിയാൽ 8020. അപ്പോൾ 8 + 0 + 2 + 0 എന്താണ്? 10 ആയില്ലേ. സം ഓഫ് ഡിജിറ്റ് 10 അല്ലേ. ഇനി അടുത്ത എന്താണ്? 8000 എത്ര? പിന്നെ അടുത്ത എന്താ ചെയ്താ? 8101 നമുക്ക് എഴുതാം അല്ലേ. 8101 എന്ന് എഴുതാം. അതിന് സം ഓഫ് ഡിജിറ്റ് എന്താണ്? 8 + 1 9, 9 + 0 9, 9 + 1 10 അല്ലേ. അപ്പോൾ സം ഓഫ് ഡിജിറ്റ് 10 കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്താക്കുക? 8110 അല്ലേ. 8110 അല്ലേ. സം ഓഫ് ഡിജിറ്റ് 10 കിട്ടുന്നില്ലേ. 8 + 1 9, 9 + 1 10, 10 + 0 10 അല്ലേ. ഇനി അടുത്ത എന്താ? 8200 അല്ലേ. സം ഓഫ് ഡിജിറ്റ് 10 കിട്ടില്ലേ. നോക്കിയേ, എന്തുകൊണ്ടാണ് 8 തന്നെ എടുക്കുന്നത്? 8000-ൻ്റെയും 9000-ൻ്റെയും ഇടയിലാണ് എന്താക്കേണ്ടത് നമുക്ക് കിട്ടേണ്ടത് ആ നമ്പർ ഉള്ളത് അല്ലേ. അവരെ കൂപ്പൺ നമ്പർ ഉള്ളത് 8000-ൻ്റെയും 9000-ൻ്റെ ഇടയിലാണ്. അതുകൊണ്ടാണ് 8000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് സം ചെയ്തൊക്കെ 8 + 2 10, 10 + 0 0 എത്ര? 10 തന്നെ അല്ലേ. അപ്പോൾ സം ഓഫ് ഡിജിറ്റ് 10 തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം കേട്ടോ. നോക്കൂ, 8002, 8011, 8020,
പിന്നെ 8101, 8110, 8200 കേട്ടോ. 8002, 8011, 8020, 8101, 8110, 8200. ഇനി എന്താണ് ഇവിടെ? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 7000 ആൻഡ് 8000 വിത്ത് ദെയർ സം ഓഫ് ഡിജിറ്റ് 10? റൈറ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ എന്താണ് 7000നും 8000നും ഇടയിൽ വരുന്ന എത്ര എന്താണ് സം ഓഫ് ഡിജിറ്റ് 10 ആണ്. അക്കങ്ങളുടെ തുക എത്രയാണ്? 10 ആണ് അല്ലേ? അത് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട്ബുക്കിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 7000നും 8000നും അപ്പോൾ 7 സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 10 വരുന്ന നമുക്ക് എന്താണ്? ആദ്യം 7003 എഴുതാം അല്ലേ? 7 + 3 10 അല്ലേ? 1 കിട്ടി അല്ലേ? പിന്നെയോ അടുത്ത ഏതൊക്കെ വരും? അപ്പോൾ നമുക്ക് 7003 അല്ലേ? പിന്നെ 7012, 7 + 0 + 1 + 2 എത്രയാണ്? 10. 7021 അല്ലേ? അപ്പോൾ 7 + 2 + 1 എത്രയാണ്? 10. സം ഓഫ് ഡിജിറ്റ് 10 ആവണം അല്ലേ? അക്കങ്ങളുടെ തുക 10 ആവണം. പിന്നെ 7030 അതും പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? 10. 7102 അതും 10 ആണ് സം ഓഫ് ഡിജിറ്റ് അല്ലേ? പിന്നെ 7111, 7 + 1 + 1 + 1 എത്രയാണ്? 10 ആണ് സം ഓഫ് ഡിജിറ്റ് അല്ലേ? ഈ 7201, പിന്നെ 7300 ഇതൊക്കെയാണ് വരുന്നത് അല്ലേ? നെക്സ്റ്റ് എന്താണ്? എക്സിബിഷൻ ആണ് കേട്ടോ. എന്താണ് എക്സിബിഷൻ? ദോസ് വിസിറ്റിംഗ് ദ എക്സിബിഷൻ ഇൻ ദ ചിൽഡ്രൻ പാർക്ക് ആർ ഗിവൺ prize coupon. The winning numbers are chosen by drawing lots. Children are waiting before the screen showing the winning numbers. Write the numbers displayed as the wheel stops at each position. എന്താ അവിടെ പറയുന്നത്? പ്രദർശന നഗരിയിലേക്ക് അല്ലെ? കുട്ടികളുടെ പാർക്കിലെ പ്രദർശനം കാണാൻ എത്തുന്നവർക്ക് സമ്മാന കൂപ്പൺ കിട്ടും അല്ലെ? നറുക്കെടുപ്പിലൂടെയാണ് എന്ത് സമ്മാനം തീരുമാനിക്കുന്നത്. കുട്ടികളെല്ലാം സമ്മാന കൂപ്പണുമായി എന്താണ് സ്ക്രീനിന്റെ മുന്നിൽ നമ്പർ തെളിയുന്നത് നോക്കി നിൽക്കുകയാണ് അല്ലെ? ഓരോ സ്ഥാനവും കറങ്ങി സ്ക്രീനിൽ തെളിയുന്ന നമ്പർ നോക്കൂ. ഇത് എത്രയാണ്? അത് എത്രയാ? 10000 അല്ലേ? അപ്പോൾ 10,000 ആണ് അല്ലേ? ഇതെത്രയാണ്? 11,000 അല്ലേ? 11,000. ഇതെത്രയാണ്? 11,110. ഇതെത്രയാണ്? 11,111 അല്ലേ? അപ്പം അക്കങ്ങളിൽ എന്താണ് ഇതിൽ എഴുതണം, നമ്പറിലായിട്ടും വേർഡ്സിലാക്കി എഴുതണം അല്ലേ? ഇതെത്രയാണ്? ഇത് 10,000. ഇതോ 11,000. ഇതോ 11,110. ഇതോ 11,111. ഇതിനെ നമുക്ക് എന്താക്കുക? ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ എന്താണ്? 10,000. ഇതെന്താ വായിക്കുക നമുക്ക്? 1 10 100,000 1 10 100,000 10,000 അല്ലേ? അപ്പോൾ 11,000 വായിക്കുക കേട്ടോ. പിന്നെ ഇതിനെന്താ വായിക്കുക? 11,110 വായിക്കും. ഇതിന് 11,111 അല്ലേ? ഇതാണ് കേട്ടോ. ദെൻ നോക്കൂ, പ്രൈസ് ഫോർ ദ നമ്പർ വിത്ത് സം ഓഫ് ഡിജിറ്റ് 5. അപ്പോൾ സമ്മാനമുള്ളത് ആർക്കാണ്? സം ഓഫ് ഡിജിറ്റ് 5 വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ സം ഓഫ് ഡിജിറ്റ് നോക്കിയാൽ ഇതിൽ സം ഓഫ് ഡിജിറ്റ് 1 തന്നെയാണ്. ഇതിൽ 2, ഇതിനെത്ര 4 ആണ് അല്ലേ? സം ഓഫ് 1 + 1 + 1 + 1 + 0 പറഞ്ഞാൽ എത്രയാ? 4 വരുന്നത്. ഇത് എത്രയാ? 5 വരുന്നുണ്ടോ? 1 + 1 + 1 + 1 + 1 എത്രയാ? 5 അല്ലേ? അപ്പോൾ വിന്നിങ് നമ്പർ ഏതാണ്? 11,111 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കൂ, ഹൗ മെനി 4 ഡിജിറ്റ് നമ്പർ. ഇനി എത്ര 4 ഡിജിറ്റ് നമ്പർ ഇട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പർ ക്യാൻ ബി മെയ്ഡ് വിത്ത് ജസ്റ്റ് ദ 2 ഡിജിറ്റ്സ് 9 and 0. 9ഉം 0ഉം വെച്ചിട്ട് എത്ര എന്താണ് 9, 0 എന്നീ അക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവ ഏതെല്ലാം അല്ലേ? അപ്പോൾ 9ഉം 0ഉം വെച്ചിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ 9ഉം 0ഉം വെച്ച് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്ന് വെച്ചാൽ അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് എവിടെ നോക്കിയാൽ വാട്ട് ഈസ് യുവർ നമ്പർ മീര നോക്കിയേ. അപ്പോൾ 9,000 അത് വായിക്കുക കേട്ടോ. അപ്പോൾ 9,000 എന്ന് പറഞ്ഞാൽ എന്താ? 4 ഡിജിറ്റ് നമ്പർ അല്ലേ? അപ്പോൾ ഒന്ന് നമുക്ക് 9,000 കൊടുക്കുക അല്ലേ? പിന്നെ നമുക്ക് എന്താക്കുന്നത് നോക്കൂ, 9,000 9,900 9,009 9,090 ഇതൊക്കെ 9ഉം 0ഉം വെച്ചിട്ട് മാത്രമേ ഉണ്ടാക്കാവൂ കേട്ടോ. 9,099 9,900 9,909 9,999 അല്ലേ? അപ്പോൾ 9ഉം 0ഉം വെച്ചിട്ട് നമുക്ക് എന്താക്കുക? ഇത്രയും ഡിജിറ്റ് ഉണ്ടാക്കുക അല്ലേ? 4 ഡിജിറ്റ് ഉണ്ടാക്കാം. ഇത്രയും 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം. റൈറ്റ് ദം ഇൻ ഓർഡർ ഫ്രം ദ ലാർജസ്റ്റ് സ്മോളസ്റ്റ്. അപ്പോൾ ഇതിന് എന്താണ്? ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ലാർജസ്റ്റ് ഇതിൽ ഏതാണ്? 9,990 ആണ് ലാർജസ്റ്റ്. പിന്നെ 9,909 9,900 9,099 9,090 9,009 9,000. ഓക്കെ. അപ്പോൾ 9,990 9,909 9,900 9,999 9,990 9,909 9,000. ഇതാണ് ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് നമുക്ക് ഇത് എഴുതുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ റൈറ്റ് നമ്പേഴ്സ് ആസ് ഷോൺ ഫോർ ദ ഫസ്റ്റ്.
എന്താണ് ആദ്യത്തെ സംഖ്യ പോലെ മറ്റ് സംഖ്യകളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 5000s 400s 3 10s 2 1s. അപ്പോൾ നമുക്ക് എന്താ 5432 എന്ന് എഴുതാം അല്ലെ. എങ്ങനെ എഴുതാം. അതേപോലെ എന്താണ് 5400s 32 1s എന്ന് എങ്ങനെ നമുക്ക് എഴുതാം. ഇതാ 5000 5400s അല്ലേ. അപ്പോൾ 5400s പിന്നെ 32 1s അല്ലേ. അപ്പോൾ 32 ഇങ്ങനെ എഴുതാം അല്ലേ. നെക്സ്റ്റ് 543 10s 2 1s. അപ്പോൾ അങ്ങനെ നമുക്ക് 543 10s അല്ലേ. 543 10s അല്ലേ. പിന്നെയോ 3 ആണേത്. പിന്നെ 2 1s അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടുതൽ 2 കൂടി എഴുതുക. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ 5432 1s അല്ലേ. അപ്പം നമുക്ക് എന്താ ആ നമ്പർ ഞങ്ങൾക്ക് എഴുതാം കേട്ടോ. 5432 1s എന്ന് പറഞ്ഞാൽ 5432 തന്നെ അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ 8200s അല്ലേ. 8200s എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് എഴുതുന്നത് 8200s അല്ലേ. അപ്പോൾ 8200s എന്ന് പറയുമ്പോൾ 2 0 അല്ലേ 8200s വരുന്നത്. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ 2 0 അല്ലേ. അപ്പോൾ 8200 എന്ന് എഴുതാം. നെക്സ്റ്റ് നമുക്ക് 820 10s. അപ്പോൾ 820 എഴുതുക ആദ്യം. ഈ ടെൻസിന് എത്ര 0 ഉണ്ട്. ഒരു 0 അല്ലേ ഉള്ളത്. അത് 820 എഴുതുക. ഈ ടെൻസ് അല്ലേ. ടെൻസിന് എത്ര 0 ഉണ്ട്. ഒരു 0 അല്ലേ. അപ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 8200 എന്ന് ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് നോക്കുക 8200 1s. അപ്പോൾ എന്താണ് 8200 അല്ലേ. 8200 1s അല്ലേ. അപ്പോൾ ആ നമ്പർ 1s ആയതുകൊണ്ട് അങ്ങനെ 8200 അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോക്കിയത് അടുത്തത് മലയാളത്തിലുള്ളത് അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. നോക്കൂ 7104. ഇത് എങ്ങനെ നമുക്ക് എത്ര 1000 ഉണ്ട് ഇതിൽ. 7000 ഉണ്ട് അല്ലേ. ഇതിൽ എത്ര 1000 ഉള്ളത്. 7000 ഉണ്ട്. എത്ര 100s. 100ന്റെ സ്ഥാനത്ത് ഏതാ 1 അല്ലേ. അപ്പോൾ 100s. ഇനി ഇത് 0 10s അല്ലേ. ടെൻസിൻ്റെ സ്ഥാനത്ത് 0 അല്ലേ ഉള്ളത്. അപ്പോൾ 0 10s. ഇനി 1സിൻ്റെ സ്ഥാനത്ത് ഏതാ ഉള്ളത് 4 അല്ലേ. 4. നെക്സ്റ്റ് നോക്കൂ ഇതിനെ നമുക്ക് എത്ര 100s ആക്കി എഴുതാം. ഈ 100ന് എത്ര 0 ഉണ്ട്. 2 0 അല്ലേ. അപ്പോൾ 2 നമ്പർ നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് എന്താക്കുക ബാക്കിയുള്ള നമ്പർ എഴുതുക. അപ്പോൾ 71 അല്ലേ. 71 100s. ഓക്കെ. ഇനി എത്ര 1s ഉണ്ട്. ബാക്കിയുള്ളതായിട്ട് എഴുതിയാൽ മതി കേട്ടോ. 4 1s അല്ലേ. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ 1000. 1000ന് എത്ര 0 ഉണ്ട്. 3 0 അല്ലേ. അപ്പോൾ 3 0 എന്താണ് 1 2 3. 3 നമ്പർ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി എന്താണുള്ളത് 7 അല്ലേ. അപ്പോൾ 7000. ഓക്കെ. ഇനി എന്താ നമുക്ക് എഴുതുക എത്ര 1s ഉണ്ട്. ബാക്കിയുള്ളത് അങ്ങോട്ട് എഴുതുക കേട്ടോ. 104 104 1s എഴുതുക. ഓക്കെ. ഇനി നോക്കിയേ എത്ര 1000 ഉണ്ട്. 3 0 മാറ്റി വെക്കുന്ന 3 നമ്പറായിട്ട് മാറ്റി വെക്കുക. 1000ൽ 3 0 അല്ലേ ഉള്ളത്. അപ്പോൾ എന്താക്കുക 3 0ൻ്റെ നമ്പറായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ എത്ര 7 അല്ലേ. 7000. ഇനി ബാക്കിയുള്ളത് 10s. എത്ര 10s ഉണ്ട്. 10സിൽ ഒരു 0 അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താക്കുക ഈ 2 നമ്പർ എഴുതണം കേട്ടോ. കാരണം ഇവിടെ 100s കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളെന്താ 10 തന്നെ എഴുതണം കേട്ടോ. 10 10s തന്നെ എഴുതണേ. അപ്പോൾ 10 10s. ഇനി എത്ര 1s ഉണ്ട്. 1സിൻ്റെ സ്ഥാനത്ത് ഏതാ 4 അല്ലേ. അപ്പോൾ 4 എഴുതാം. ബാക്കി അതിലുള്ളൂ അത് എഴുതാം. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ് നമ്പർ വീലാണ് കേട്ടോ. ഫില്ലർ ദ ബ്ലാങ്ക്സ് ഇൻ ദ നമ്പർ വീൽ. ഇനി എന്താ ചെയ്യേണ്ടത്. നമ്പർ വീല് എന്താണ് ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ സംഖ്യാചക്രമാണ് അല്ലേ. ചക്രം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ നോക്കിയേ 5633 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാത്. അപ്പോൾ 5633 അല്ലേ. അപ്പോൾ ഇതിൽ എത്ര 100 ഉണ്ട്. എത്ര 1 ഉണ്ട്. നോക്കൂ 100ന് എത്ര 0 മാറ്റി വെക്കണം നമുക്ക്. 2 0 അല്ലേ. അപ്പോൾ ബാക്കിയുള്ള 56 അല്ലേ. അപ്പോൾ 56 എന്നുള്ള എഴുതുക. 56 100ഉം ബാക്കിയുള്ള നമ്പർ ഉള്ളത് 33 1. ഇനി ഇവിടെ 5000 ആണ്. എത്ര 100 ഉണ്ട്. 100ന് 2 0 അല്ലേ. അപ്പോൾ എത്ര 600 3 10 പിന്നെ 3 1s കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. 56 100 33 1s. പിന്നെ 5600 3 10 3 1. പിന്നെ 5600 33 1. നമുക്ക് എന്താണ് 5000 എന്ന് പറയുമ്പോൾ 5000 ഇവിടെ എഴുതി. പിന്നെ 600 എന്ന് പറയുമ്പോൾ എന്താണ് 600ൻ്റെ 2 0 എഴുതിയ.
ബാക്കിയുള്ള 10ൻ്റെ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കി രണ്ടും കൂടി ഇവിടെ എഴുതണം കേട്ടോ. 33 1 ആ നമ്പർ മൊത്തം ഇതിൽ എഴുതിയിരിക്കണം. പിന്നെ 10 ഡാഷ് 10 അപ്പോൾ 10നെ ഒരു 0 മാറ്റി വെച്ചിട്ട് ബാക്കി നമ്പർ മൊത്തം എഴുതണം. 563 സോറി 500 ഇവിടെ 563 10 ആണ് കേട്ടോ. പിന്നെ 3 1s മതി കേട്ടോ. ഇവിടെ 3 1s ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ 33 അല്ല 3 1s. ഓക്കെ, പിന്നെ 5600 3 10 3 1s. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ 5063 10 3 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ 5633 1. പിന്നെ എത്ര 1 ഉണ്ട്? 5633. ഇതെങ്ങനെ മനസ്സിലാക്കേണ്ടത് അറിയില്ല. 10ന് എത്ര 0 ഉണ്ട് നോക്കുക. 10ന് ഒരു 0 ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഈ നമ്പർ 0 ആക്കി കണക്കാക്കിയിട്ട് ബാക്കി നമ്പർ ഉണ്ടാക്കുക നമ്മൾ ആ 10 എന്ന് പറഞ്ഞ് എഴുതുക. ഇനി എത്ര 1000 ഉണ്ട്? 3 0 1000. അപ്പോൾ 3 നമ്പർ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമ്പറാണ് എന്ത് 1000ന് സ്ഥാനത്തുള്ളത് വരിക. ഓക്കെ, പിന്നെ അതുപോലെ ഇങ്ങനെ വരും എന്താ 5000 ഡാഷ് 100 അല്ലേ. അപ്പോൾ നമ്മൾ ഈ 1000 ഇവിടെ അല്ലെങ്കിൽ നമ്മൾ 5600 എന്ന് എഴുതും. ഇവിടെ 1000 ഉണ്ടായതുകൊണ്ട് നമ്മൾ 5000ഉം 600ഉം 33 ആണ് അങ്ങനെ എഴുതിയിട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കി എഴുതണേ. നെക്സ്റ്റ് എന്താണ്? സ്പ്ലിറ്റിംഗ് അപ്പാണ് കേട്ടോ. ഹൗ മെനി വൺസ്, ഹൗ മെനി ടെൻസ്, ഹൗ മെനി ഹൺഡ്രഡ്സ് എന്നുള്ളതാണ് കേട്ടോ. എന്താണ് ഇവിടെ പിരിച്ച് ചെയ്ത് എത്ര 1 എത്ര 100 എത്ര 10 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കിയാൽ 10000 അല്ലേ. അപ്പോൾ 10000 പിന്നെന്താണ് 10000 1 1000 10 100 100 അല്ലേ. അപ്പോൾ നോക്കി 10,000 ആണ് അല്ലേ. എത്ര 1000 ഉണ്ട്? 10,000 അല്ലേ. 1000ൽ 3 0 എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 3 0ൻ്റെ അവിടെ നിന്ന് മാറ്റി വെക്കുക അല്ലേ. അപ്പോൾ എന്താ ബാക്കിയുള്ളത് 10 അല്ലേ. അപ്പോൾ 10,000. ഇനി എന്താണ് എത്ര വൺസ് ഉണ്ട് എന്നല്ലേ. വൺസിലുള്ളത് മൊത്തം നമ്പർ അങ്ങോട്ട് എഴുതണം കേട്ടോ. മൊത്തം നമ്പർ എന്താണോ അതങ്ങോട്ട് വൺസ് ആ നമ്പർ എന്ന് പറഞ്ഞിട്ട് വൺസ് ചെയ്ത് അല്ലേ. ഇത് 10,000 അല്ലേ. 10,000 വൺസ്. ഇനി എത്ര ടെൻസ് ഉണ്ട് എന്നല്ലേ. അപ്പോൾ ടെൻസിൽ എത്ര 0 ഉള്ളത്? 1 അല്ലേ. അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി എത്ര നമ്പറാണ് ഉള്ളത്? 1000 അല്ലേ. അപ്പോൾ 1000 ടെൻസ് ചെയ്ത് കേട്ടോ. ഇനി 100 ഹൺഡ്രഡ്സ്. 100ൽ എത്ര 0 ഉള്ളത്? 2 0 അല്ലേ. അപ്പോൾ ഈ 2 0 മാറ്റി വെക്കുക. അപ്പോൾ എത്രയാണ് 100 അല്ലേ. അപ്പോൾ നമ്മൾ 100 പിന്നെ ഹൺഡ്രഡ്സ് ചെയ്തു കേട്ടോ. അങ്ങനെയാണ് പിരിച്ച് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നോക്കൂ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ആസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാഷ് വൺസ് ആണ് അല്ലേ. ഡാഷ് വൺസ് ആണ് ഈ നമ്പർ അങ്ങോട്ട് എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 13,000 വൺസ് എന്ന് എഴുതുക. അപ്പോൾ 13,000 വൺസ്. ഇനി ടെൻസ് എത്രയാണെന്നുള്ളത് എന്താ പറഞ്ഞത്? ആ ഒരു 0 മാറ്റി വെക്കുക അല്ലേ. അപ്പോൾ എന്താണ് 1300 അല്ലേ. അപ്പോൾ 1300 ടെൻസ് എഴുതുക. 1300 ടെൻസ്. ഓക്കെ, ഇനി എത്ര 100 ഉണ്ട്? 100ൽ എത്ര 0 ഉണ്ട്? 2 0 അല്ലേ. ഈ 2 0 കൊണ്ട് മാറ്റി വെക്കുക അല്ലേ. അപ്പം 130 അല്ലേ. അപ്പോൾ 130 ഹൺഡ്രഡ്സ്. ഓക്കെ, ഇനി അടുത്ത ഡാഷ് 1000 അല്ലേ. 1000ൽ എത്ര 0 ഉണ്ട്? 3 0 അല്ലേ. അപ്പോൾ 3 0 കൊണ്ട് മാറ്റി വെക്കുക. അപ്പോൾ എന്താണ് 13,000 അല്ലേ. 13,000. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഇനി എന്താ ചെയ്യേണ്ടത്? 6700ൽ അതിൽ എത്ര വൺസ് ഉണ്ടെന്നാ. അപ്പോൾ നമുക്ക് എന്താക്കുക 6700 വൺസ് എഴുതാം. 6700 ഒന്നുകൾ അല്ലേ. വൺസ് 6100 700. അപ്പോൾ എത്ര ടെൻസ്? അപ്പോൾ വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് നമുക്ക് എഴുതാം. അങ്ങനെ എത്ര വൺസ് ഉണ്ട്? ആ മൊത്തം നമ്പറിനായിട്ട് വൺസ് എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ. എത്ര ടെൻസ് ആണ്? ടെൻസിന് എത്ര ഒരു 0 മാറ്റി വെക്കുക അല്ലേ. ബാക്കി എത്ര നമ്പർ ഉണ്ട്? 670 അല്ലേ. അപ്പോൾ 670 ടെൻസ് എന്ന് എഴുതുക. ഓക്കെ, 670 ടെൻസ്. ഇനി എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 2 0 മാറ്റി വെക്കുക. അപ്പോൾ എത്ര 67 ഹൺഡ്രഡ്സ് എന്ന് എഴുതുക കേട്ടോ. 67 ഹൺഡ്രഡ്സ്. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കൂ. പസിൽ കോർണർ ആണ്. ഹു ആം ഐ? 600 6 10 6000 6 വൺസ്. ഹു ആം ഐ? 600 ഉണ്ട്, 6 ടെൻസ് ഉണ്ട്, 6000 ഉണ്ട്, 6 വൺസ്. അപ്പോൾ എന്താ 6000 പറയുമ്പോൾ നമുക്ക് എന്താ 2 0. അപ്പോൾ 6000 കൊടുക്കുക. 600 പറയുമ്പോൾ ഇതിവിടെ 2 0 അവിടെ എന്താ 6 കൊടുക്കുക അല്ലേ. പിന്നെ 6 ടെൻസ് പറയുമ്പോൾ 6. അപ്പോൾ 6666 ആണ് എന്ത് ആൻസർ അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എറണാകുളം ടു അമൃത്സർ അല്ലേ. അപ്പോൾ അത് അടുത്ത ഭാഗത്ത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതുവരെ അടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, താങ്ക് യു.